നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണേ. ഞാൻ സാധാരണ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് കുറേ ട്രെയിലുണ്ടേ. നമ്മളതിൽ ഒരു പാർക്കിലേക്കാണ് ട്രെയിലിൽ കൂടെ നടന്ന് പോകാൻ പോകുന്നത്. സാധാരണ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എങ്ങോട്ടേലും പോയി എവിടെയെങ്കിലും പോയിട്ട് ഒരു ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് പോയി ഒരു സോളോ ട്രിപ്പ് അടിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ എനിക്കത് പറ്റുമെന്ന് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാനീ പോകുന്നത് ഒരു 3:30 നേരത്താട്ടോ. നല്ല വെയിലുണ്ട്. ആ വെയിലത്ത് കൂടിയാണ് ഞാനൊരു മണിക്കൂർ ഞാൻ നടന്നത്. പക്ഷെ ആ നേരത്തെ നല്ല ആൾക്കാരും പിന്നെ പെറ്റ്സിനൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പട്ടികളെയും പിന്നെ അതുപോലെ തന്നെ താറാവും പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഞാനീ നടക്കുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കുമ്പോഴും ആൾക്കാർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാട്ടോ. ഇതിപ്പോൾ വിൻ്റർ കഴിഞ്ഞ കാരണമാണ് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് നല്ല തളിർത്ത ഇലകളും പച്ചപ്പൊക്കെ വന്നു തുടങ്ങും കേട്ടോ. ഇത്രയും ഉണങ്ങിയ മരങ്ങളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫയർ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇവന്മാരെ കണ്ടു, ഇവന്മാർ 2 ട്വിൻസാണ്. രണ്ടും ഒരുപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് ഞാൻ പോയ ട്രെയിനിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയാണ്. എനിക്ക് അറിഞ്ഞൂടത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ കുറേ അവിടെ ഇവിടെ ഒക്കെ ആംഗിളിൽ കൊണ്ടുപോയി ഞാൻ അത് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് കാണുന്ന ആ ഭംഗി ക്യാമറയിൽ എനിക്ക് പതിക്കാൻ പറ്റിയില്ല. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര വെയിലൊക്കെയാണ്, നമുക്ക് വെയിലടിക്കുകയും ചെയ്യും. പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കൈ ഇട്ടപ്പോൾ ഉണ്ടല്ലോ, നല്ല തണുത്ത വെള്ളം കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. ഈ ആദ്യമായിട്ട് വെള്ളം കാണുന്ന പോലെയായിരുന്നു ഞാൻ അവിടെ കാണിച്ചു വിട്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് പോയി, ആരും കാണണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ കുറേ നടന്ന് ലാസ്റ്റ് പാർക്കിലേക്ക് എത്തിയപ്പോഴേക്കും വയ്യാണ്ടായി. എങ്ങനെയെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെ ഞാൻ ഒരിടത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പം ഒരാൾ നട്ടപ്പറ വെയിലത്ത് കയ്യാക്കിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെപ്പോലെയല്ല, ഇവിടുത്തെ ആൾക്കാർ വെയിൽ ഉദിക്കുമ്പോഴാണ് കുറച്ചുകൂടി ആക്റ്റീവ് ആവാറ് കേട്ടോ. പക്ഷെ എൻ്റെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞായിരുന്നു ഞാൻ വേഗം വിച്ചനെ വിളിച്ചു, എന്നെ ഒന്ന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് നടന്നു. ഷട്ടർ വരാൻ മറന്നു. ഒന്നോടി നടന്നു വരില്ല. അച്ചടി ഒന്നും കൊണ്ടല്ലേ, കൈ വീശിട്ടാണോ വന്നേ? ഞാൻ വെച്ച് ബാഗ് എന്തെങ്കിലും ബർത്ത്ഡേ കഴിഞ്ഞ വയസ്സായി എന്ത് ചെയ്യാനാ? Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday dear Mega. Happy birthday to you. Oya. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കപ്പോൾ അത് ഭയങ്കര ഒരു ചെറിഷബിൾ മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ വെച്ച ഇത് 2 ആഴ്ച മുമ്പേ സെറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് സർപ്രൈസ് തരാൻ നോക്കിയതാ, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മേഘ. താങ്ക് യു സോ മച്ച് ഗൈസ്, എൻ്റെ ബർത്ത്ഡേ ഇത്ര അടിപൊളിയാക്കി തന്നതിന്.